ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് ദിവസങ്ങളായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്, എങ്കിലും എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. നമുക്കറിയാം, പ്രവാസിയൊക്കെ ആയിരിക്കുമ്പം നമ്മുടെ നാട് വിട്ട് മറ്റ് രാജ്യത്തൊക്കെ ആയിരിക്കുമ്പം പല സാധനങ്ങൾ നമുക്ക് വേണ്ടിയതായിട്ട് വരും. ചിലപ്പോൾ മെഡിസിന്, അങ്ങനെ പല ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് മറ്റൊരാളോട് പറയാൻ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അവർക്ക് കൊണ്ടുവരാനും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഒരു കൊറിയർ സർവീസ് വഴി നമുക്ക് സാധനങ്ങൾ എത്തിച്ചു തരും. അപ്പം ഞങ്ങൾക്ക് കിട്ടിയ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്വീകരിക്കാം, വേണ്ട എങ്കിൽ ഇത് എടുത്ത് മാറ്റാം. ഓക്കെ. അപ്പം ഞങ്ങൾ അയച്ച കൊറിയർ, ഞങ്ങൾ അയച്ചിട്ട് മെഡിസിനും ഫുഡ് ഐറ്റം ആണ് നാട്ടിൽ നിന്ന് അയച്ചത്. അപ്പം നാട്ടിൽ നിന്ന് നമുക്ക് സാധനം നമ്മുടെ വീട്ടിൽ വന്ന് പിക്ക് ചെയ്യും. ഒപ്പം നമുക്ക് ഇപ്പോൾ മെഡിസിൻ ആണെങ്കിൽ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വേണം, അതുപോലെ ബില്ലും വേണം, പ്രോപ്പർ ബില്ലും പ്രിസ്ക്രിപ്ഷനും വേണം. അപ്പം ഞങ്ങൾക്ക് കിട്ടിയതാണ് മെഡിസിന് പാക്കറ്റ്. നല്ല പാക്കിംഗ് ഒക്കെയാണ്. ഇത് DHL വഴിയാണ് വന്നത്. നാട്ടിൽ നിന്ന് ഇത് 10-ാം തീയതി അയച്ചു, 14-ാം തീയതി ഇവിടെ നമുക്ക് കിട്ടി. അത് കഴിഞ്ഞൊരു ദിവസം കഴിഞ്ഞാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് 15-ാം തീയതിയാണ്. അപ്പം നമുക്ക് ഈ ഫുഡ് ഐറ്റവും ഈ മെഡിസിനും ഒരു ദിവസം തന്നെ വന്നു, പക്ഷേ 2 കൊറിയറായിട്ടാണ് വന്നത്. 4 ദിവസം കൊണ്ട് നമുക്ക് ഈ സാധനം ഇവിടെ എത്തി. അപ്പം ഇതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് 1 കിലോയ്ക്ക് എങ്ങാണ്ട് 590 രൂപ അടുത്തെങ്ങാണ്ടാണ്. അത് കറക്റ്റായിട്ട് അവരെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ പറഞ്ഞു തരും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സാധനങ്ങൾ മേടിച്ച് നമ്മുടെ വീട്ടിൽ വെക്കുക, ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക, ഇവർ വന്ന് കളക്ട് ചെയ്യും. അപ്പം നമുക്ക് ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒന്നും എടുക്കത്തില്ല. ഒരു കാരണവശാൽ നമ്മുടെ എയർപോർട്ട് ക്ലിയറൻസ് ഒക്കെ എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സാധനം നമ്മുടെ അഡ്രസ്സിൽ കിട്ടും. അപ്പം എനിക്ക് കൊടുത്തു വിട്ട മെഡിസിന്, അതുപോലെ ഞാൻ ഫുഡ് ഐറ്റം ഒന്ന് കാണിക്കാം, എന്തൊക്കെയാണ് സാധനങ്ങൾ കൊടുത്തു വിട്ടേന്ന്. അപ്പം നമുക്ക് അതിലൂടെ നമുക്ക് അച്ചാറുകളൊക്കെ അയക്കാൻ പറ്റും. പല സാധനങ്ങളും നമുക്ക് അയക്കാം. അത് പ്രത്യേകം പറഞ്ഞാൽ നമുക്ക് UK മാത്രമല്ല, ഏത് രാജ്യത്തോട്ടും, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏത് രാജ്യത്തോട്ടും നമുക്ക് അയക്കാൻ പറ്റും. പക്ഷേ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. മെഡിസിനൊക്കെ അയക്കുന്നതിന് പ്രിസ്ക്രിപ്ഷൻ വേണം, ബില്ലും വേണം, പ്രോപ്പറായിട്ട് ബില്ലും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങൾ അയക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് നല്ലതെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, അല്ലെങ്കിൽ ഇത് കാണുമ്പം മറ്റൊരാൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, അവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ, ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് എടുത്ത് അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അപ്പം ഞാൻ പ്രോഡക്റ്റുകൾ കാണിക്കാം, എന്തൊക്കെയാണെന്ന് കാണിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും UK വീണ്ടും അടിപൊളി കാഴ്ചകളുമായിട്ട് കണ്ടുമുട്ടാം. എല്ലാവർക്കും ബൈ ബൈ.